യാത്രക്കാർക്ക് എന്തുകൊണ്ട് പാരച്യൂട്ട് നൽകുന്നില്ല? രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 294 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യത്തെ നടുക്കിയ ദുരന്തത്തിൽ നിന്നും ജനങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. പാരച്യൂട്ട് സംവിധാനം ഒരുക്കിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട്. എന്നാൽ യാത്രാ വിമാനങ്ങളിൽ ആളുകൾക്ക് പാരച്യൂട്ട് നൽകാറില്ല. യുദ്ധവിമാനങ്ങളിലും മറ്റും എന്തെങ്കിലും അപകടമുണ്ടായാൽ രക്ഷപ്പെടാനായി പാരച്യൂട്ട് സംവിധാനമുണ്ട്. പക്ഷേ യാത്രാ വിമാനങ്ങളിൽ അവ ലഭ്യമല്ല. കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, നൂറുകണക്കിന് ആളുകൾക്ക് പാരച്യൂട്ട് നൽകണമെങ്കിൽ അത് വിമാനത്തിലെ സ്ഥലം കുറയ്ക്കാനും ഇന്ധനത്തിന്റെ ഉപയോഗം കൂട്ടാനും കാരണമാകുമെന്നതാണ്. രണ്ടാമത്തെ കാര്യം, വിമാനാപകടങ്ങൾ സാധാരണയുള്ള ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഒരുപക്ഷെ ഉണ്ടായാലും 80% അത് വിമാനം ടേക്ക് ഓഫ് ആക്കുന്ന സമയത്തും ലാൻഡ് ആകുന്ന സമയത്തുമാണ് നടക്കുന്നത്. ഈ സമയം പാരച്യൂട്ട് ഉപയോഗിക്കുന്നതും പ്രായോഗികമല്ല. മൂന്നാമത്തത്, അതുപോലെ മണിക്കൂറിൽ 600 മുതൽ 700 കിലോമീറ്റർ വേഗത്തിൽ 10 കിലോമീറ്ററിലധികം ഉയരത്തിൽ പോകുന്ന വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടാൻ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല എന്നതാണ്. ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് പരിശീലനം നൽകാനും സാധിക്കില്ല. മറ്റൊന്ന്, പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടിയാലും ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായത് കാരണം ശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ 100-ലധികം ആളുകൾ വിമാനത്തിൽ ആകെയുള്ള 1-2 ഡോറുകൾ വഴി ചാടാൻ നോക്കിയാലും കൂടുതൽ അപകടമാണ് സംഭവിക്കുക.